നമസ്കാരം, ഡോക്ടർ അനിൽ. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഒരു ബാങ്ക് ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷനാണ്. ഇന്ത്യയിലെ പ്രമുഖമായ പ്രൈവറ്റ് ബാങ്കിലൊന്നായ ഫെഡറൽ ബാങ്കിലെ അപ്രന്റീസുമാരുടെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഏതെങ്കിലും വിഷയത്തിലുള്ള അംഗീകൃത സർവകലാശാല ബിരുദം 50% മാർക്കോടെയുള്ളവർക്ക് പാസ്സായവർക്ക് അപേക്ഷിക്കാൻ കഴിയും. ഫ്രഷേഴ്സായിട്ടുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന കാര്യം പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കുക. ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടി ഓർക്കുക. നമുക്ക് ഇത് വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം. ഇന്ത്യൻ സിറ്റിസൺസ് ആയിട്ടുള്ളവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. അപ്രന്റീസ്ഷിപ്പ് അമെൻമെന്റ് ആക്ട് 1973 അനുസരിച്ചാണ് ഈ അപ്രന്റീസ്ഷിപ്പ് അവസരം ലഭിക്കുക എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. കേരളം, കർണാടക, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലേക്കായിരിക്കും നിയമനം എന്ന കാര്യം മനസ്സിലാക്കുക. ഒരു വർഷത്തേക്കായിരിക്കും ഈ അപ്രന്റീസ്ഷിപ്പ് അവസരം ലഭിക്കുക. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 18,000 രൂപ സ്റ്റൈപ്പൻഡ് ലഭിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. താല്പര്യമുള്ളവർക്ക് രജിസ്ട്രേഷൻ പീരീഡ് പറഞ്ഞിരിക്കുന്നത് 2020 സെപ്റ്റംബർ 10 മുതൽ സെപ്റ്റംബർ 17 വരെ ഇതിലേക്ക് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാൻ കഴിയാം. AJ ക്വാളിഫിക്കേഷൻസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 2025 സെപ്റ്റംബർ 1 അടിസ്ഥാനമാക്കിയായിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക. ക്വാളിഫിക്കേഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്ന് 50% മാർക്കോടെയുള്ള ബിരുദമാണ് ഇതിനുവേണ്ടി യോഗ്യത. ഫുൾ ടൈം കോഴ്സ് ആയിരിക്കണം എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. അതേപോലെ ഉയർന്ന പ്രായപരിധി പറഞ്ഞിട്ടുള്ള 28 വയസ്സാണ്. 1/9/2025 28 വയസ്സിലുള്ളവരിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. ഇന്ത്യൻ സിറ്റിസൺസ് ആയിട്ടുള്ളവർ മാത്രം അപേക്ഷിച്ചാൽ മതി എന്ന കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ ഏതെങ്കിലും അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് അപേക്ഷിക്കാൻ എലിജിബിൾ അല്ല. അതുപോലെ ഡിഗ്രി പാസ്സായതിനു ശേഷം 4 വർഷം പൂർത്തിയാക്കിയവരാണെങ്കിൽ അവർക്കും ഇതിലേക്ക് അപേക്ഷിക്കാൻ എലിജിബിൾ അല്ല. അതേപോലെ ഒരു വർഷമെങ്കിലും ജോലി ചെയ്ത് പ്രവൃത്തിപരിചയമുള്ളവരാണെങ്കിൽ അവർക്കും ഇതിലേക്ക് അപേക്ഷിക്കാൻ എലിജിബിൾ അല്ല എന്ന കാര്യം മനസ്സിലാക്കുക. സെലക്ഷൻ പ്രോസസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം ഒരു ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസിൽ നിന്നും ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന ഒരു പേഴ്സണൽ ഇന്റർവ്യൂ വിളിച്ചതിന് ശേഷമായിരിക്കും ഇതിലേക്കുള്ള സെലക്ഷൻ എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. ഇനി നമുക്ക് എങ്ങനെ ഇതിലേക്ക് അപേക്ഷിക്കാൻ പറ്റുമെന്ന് നോക്കാം. ആദ്യമായിട്ട് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള അപ്രന്റീസ്ഷിപ്പ് പോർട്ടലായ NATS അതിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് https:/nats.education.gov.in എന്ന സൈറ്റിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തതിനു ശേഷം അപ്പോൾ നമുക്കൊരു എൻറോൾമെന്റ് ഐഡി ലഭിക്കും. അത് ഫ്യൂച്ചർ കറസ്പോണ്ടൻസിനായിട്ട് കീപ്പ് ചെയ്യാതെ പ്രത്യേകം ശ്രദ്ധിക്കുക, സൂക്ഷിച്ചു വെക്കുക. അങ്ങനെ വീണ്ടും നമ്മൾ NATS പോർട്ടൽ രജിസ്ട്രേഷൻ വീണ്ടും ലോഗിൻ ചെയ്യുക. അതായത് https:/nats.education.gov.in/student-type-php എന്ന ലിങ്കിൽ കൂടെ കയറിയതിനു ശേഷം നമ്മൾ ഫെഡറൽ ബാങ്ക് നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്തതിനു ശേഷം അപ്ലൈ അഗൈൻസ്റ്റ് അഡ്വർടൈസ്ഡ് വേക്കൻസി എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് കൊടുത്ത് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ വേണ്ടി studentquery@bot-srp.com അല്ലെങ്കിൽ trnofficer@bot-srp.com അല്ലെന്നുണ്ടെങ്കിൽ klplacement@bot-srp.com എന്ന ഇമെയിൽ ഐഡികളിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിലേക്ക് നമ്മൾ അപ്രന്റീസ്ഷിപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വർഷത്തെ അപ്രന്റീസ്ഷിപ്പ് വിജയകരമായിട്ട് പൂർത്തിയാക്കി കഴിഞ്ഞാൽ ബാങ്കിൽ പിന്നീട് അപ്പോയിന്റ്മെന്റ് ലഭിക്കുന്ന ക്ലെയിം ഒന്നും ഉണ്ടായിരിക്കത്തില്ല. എങ്കിലും നിങ്ങളുടെ ഫ്യൂച്ചർ കരിയറിന് പ്രയോജനപ്പെടുന്ന കാര്യം പ്രത്യേകം ഈ പറയാൻ ഈ അവസരത്തിൽ വിനിയോഗിക്കുന്നു. അപ്പം താല്പര്യമുള്ളവർ ഈ അവസരം പരമാവധി എടുത്തുക. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്ന് ഇതുപോലെ ഇൻഫർമേഷൻസ് ഇനിയും ലഭിക്കാനായിട്ട് നിങ്ങൾ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യും, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. താല്പര്യമുള്ള ഈ അവസരം പരമാവധി എടുത്ത് 2020 സെപ്റ്റംബർ 17 വരെ ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ കഴിയും എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. താങ്ക് യു.